ധവളപത്രം വ്യക്തമാക്കിയ ഒരു കാര്യം, SC/ST ഡെവലപ്മെൻറ്റ് പ്രത്യേകിച്ചും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനടക്കം വിനിയോഗിക്കേണ്ട 377 കോടി രൂപയാണ് കുടിശ്ശിക വരുത്തിയത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 5-10 വർഷക്കാലമായി കേരളത്തിലെ SC/ST വിദ്യാർത്ഥികൾക്ക് ന്യായമായ ഹോസ്റ്റൽ ഫീസ് ലഭിക്കാതെ, കുറഞ്ഞ പൈസയ്ക്ക് നഗരങ്ങളിൽ താമസിക്കാനുള്ള സഹായം കിട്ടാതെ പഠിപ്പ് നിർത്തി മടങ്ങിപ്പോകേണ്ടി വന്നു. മാസം തോറും കിട്ടിക്കൊണ്ടിരുന്ന പലതരം അലവൻസുകളും റദ്ദ് ചെയ്യപ്പെട്ടു. അവരുടെ ഗ്രാൻറ്റുകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് അവരുടെ അപേക്ഷകൾ പോലും പോർട്ടലിൽ സമർപ്പിക്കാൻ പറ്റാത്ത സാങ്കേതിക തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. വളരെ കുറഞ്ഞ 10-20 വർഷം മുമ്പുള്ള റേറ്റിലാണ് അവരുടെ സ്റ്റൈപ്പൻറ്റും ലംസം ഗ്രാൻറ്റും മറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയ കാലത്തിനനുസരിച്ച് ഇതിലൊന്നും വർധനവുണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, CAG റിപ്പോർട്ട് പോലും 23-24 CAG റിപ്പോർട്ട് പോലും വ്യക്തമായി ബോധ്യപ്പെടുത്തിയത് SC/ST വിദ്യാർത്ഥികളുടെ ഫണ്ട് വിനിയോഗത്തിൽ, അവർക്ക് ഫണ്ട് ഡിസ്പേഴ്സ് ചെയ്യുന്നതിനകത്ത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ പറയുന്ന 2 ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും തലപ്പത്തുള്ള ബ്യൂറോക്രാറ്റ്സുകൾ അങ്ങേയറ്റം ദലിത് വിരുദ്ധമായ സമീപനം കാണിക്കുകയും അവർ ഇതെല്ലാം അട്ടിമറിച്ചു എന്നാണ്. അത്തരത്തിൽ CAG റിപ്പോർട്ട് വന്നു. ഇപ്പോൾ വൈറ്റ് പേപ്പറിൽ വന്നൊരു കാര്യം, 371 കോടി രൂപ കുടിശ്ശിക വരുത്തി. ഈ കുടിശ്ശിക വരുത്തിയപ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത്, ഹയർ എഡ്യൂക്കേഷനിൽ PhDക്ക് പഠിക്കുന്ന, MPhilന് പഠിക്കുന്ന, PG കോഴ്സുകൾക്കുള്ള, പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള നൂറുകണക്കിന് കുട്ടികൾ പഠിത്തം നിർത്തി അവരുടെ ഊരുകളിലേക്കും കോളനികളിലേക്കും മടങ്ങി. പിന്നെ എന്തിനാണ് ഉന്നതി എന്നൊക്കെ വിളിക്കുന്നത്? ഈ തരത്തിൽ പാവങ്ങളെ മടക്കി അയക്കുമ്പോൾ